ട്രംപ് കള്ളം പറഞ്ഞാലും പാകിസ്ഥാൻ ചില കാര്യങ്ങളിൽ കള്ളം പറയില്ല എന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധം എങ്ങനെയാണ് അവസാനിച്ചത് അതിന് കൃത്യമായ ഉത്തരം പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട്. എന്താണ് പാകിസ്ഥാൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാടെടുത്തതും സത്യം തുറന്നു പറയാൻ ഇപ്പൊ മുന്നോട്ട് വന്നതും? അതായത് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പാകിസ്ഥാനിലെ തന്നെ ഒരു TV ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത്. അപ്പോൾ അതിൽ അയാൾ പറയുന്നുണ്ട്, ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥന നടത്തുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും സഹായം തേടിയതായിട്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് ഇഷാഖ് ദർ പറയുന്നത് ഇന്ത്യ നൂർഖാൻ എയർബേസ് ആക്രമിച്ചു. അതുകൂടാതെ ഷോർക്കോട്ട് പഞ്ചാബ്, ഈ നൂർഖാൻ എയർബേസ് റാവൽപിണ്ടിയിലാണ്. പാകിസ്ഥാനിലെ പഞ്ചാബുണ്ട്, അവിടുത്തെ പഞ്ചാബിലെ ഷോർക്കോട്ട് എന്ന് പറയുന്ന വ്യോമതാവളവും ഇന്ത്യ ആക്രമിച്ചു. ഈ ഷോർക്കോട്ട് എന്ന് പറയുന്ന ഒരേ സമയം പാകിസ്ഥാൻ സൈന്യത്തിനും പിന്നെ VIP ട്രാൻസിറ്റിനും ഉപയോഗിക്കുന്നതാണ്. അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി അതേപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ യാത്ര ചെയ്യുമ്പോൾ ഈ വ്യോമതാവളത്തിൽ നിന്നാണ് യാത്ര തിരിക്കാറ്. അപ്പോൾ ഈ 2 വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. അപ്പോൾ അന്ന് അതായത് പുലർച്ചെ 2:30 ഈ ആക്രമണം നടക്കുന്നത്. അത് നമ്മൾ അസീം മുനീർ മറ്റേ പ്രധാനമന്ത്രിയെ വിളിച്ചു പറഞ്ഞ വിളിച്ചു പറഞ്ഞ നേരത്തെ വാർത്ത. അപ്പോൾ ആ സമയം ഇവരും സ്ഥിരീകരിക്കുന്നുണ്ട്, രാവിലെ പുലർച്ചെ 2:30. അപ്പോൾ ഇതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം സൗദി രാജകുമാരൻ ഫൈസൽ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് ഇഷാഖ് ദർ പറയുന്നത്. ഇഷാഖ് ദർ ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്നത് എന്താണ്, ഈ വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിട്ട് സംസാരിച്ചല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ തിരക്കാനായിട്ടാണ് ഇയാൾ വിളിക്കുന്നത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, അതായത് സൗദി രാജകുമാരൻ ഇയാളോട് ചോദിച്ചത്രേ, ഞാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി S ജയശങ്കറുമായിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ ഇയാൾ യെസ് സഹോദര, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആയിക്കോ. അപ്പോൾ ഇയാൾ പറഞ്ഞ എങ്ങനെയാണ്, വെടിനിർത്തൽ അവർ സന്നദ്ധരാണെങ്കിൽ ഞങ്ങൾ സന്നദ്ധരാണെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളും മറ്റ് വസ്തുതകളും പരിശോധിക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് വാസ്തവമാണ്. കാര്യം നേരത്തെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. രാത്രി 2:30 സൈനിക മേധാവി അസീം മുനീർ എന്നെ വിളിച്ചിട്ട് ഇന്ത്യ ആക്രമിച്ചു, സൈനിക താവളങ്ങളും വ്യോമതാവളങ്ങളും അടക്കം ആക്രമിച്ച കാര്യം അസീം മുനീർ പറഞ്ഞതെന്ന് ആദ്യം ഒന്ന് വെളിപ്പെടുത്തി. പിന്നീട് ആ വെളിപ്പെടുത്തൽ കുറച്ചുകൂടി കാര്യങ്ങൾ വന്നു. അന്ന് അതായത് ഇന്ത്യ വെളുപ്പിന് 2:30 ആക്രമിക്കുന്നതിന് ഒരു 2 മണിക്കൂറിന് ശേഷം, അതായത് 4 മണിക്കോ മറ്റോ ഇവർക്ക് ഈ രാവിലെ ഒരു നമസ്കാരമുണ്ട് ഈ മുസ്ലിം വിശ്വാസപ്രകാരം. അപ്പോൾ അത് പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ത്യക്ക് തിരിച്ചടി കൊടുക്കാനുള്ള വിശാലമായ പദ്ധതി അസീം മുനീർ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ അതിന് കൃത്യം 2 മണിക്കൂർ മുമ്പ് ഇന്ത്യ വലിയ രീതിയിൽ ആക്രമണം നടത്തി. അതുകൊണ്ട് അതായത് ഇന്ത്യ ആക്രമണം നടത്തിയതുകൊണ്ട് അപ്രതീക്ഷിതമായി ആക്രമിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ഷഹബാസ് ഷെരീഫ് പിന്നീട് വേവലാതിപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്, നിക്കക്കള്ളി ഇല്ലാണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഈ പറയുന്ന വെടിനിർത്തലിന് വേണ്ടി അഭ്യർത്ഥന വെച്ച്, അല്ലാണ്ട് ഇന്ത്യ ഈ കാര്യത്തിൽ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ല. പാകിസ്ഥാൻ സ്വന്തം നിലയിൽ ഇന്ത്യയോട് അഭ്യർത്ഥിക്കാനായിട്ട് ഇടനിലക്കാരെ ബന്ധപ്പെട്ടു എന്നുള്ളത് അവിടുത്തെ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോൾ സമ്മതിച്ചു തന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയോട് സംസാരിക്കാനായിട്ട് അമേരിക്കയോട് ബന്ധപ്പെട്ടു, സൗദി അറേബ്യയോട്. കാര്യം ഇന്ത്യ സൗദിയായിട്ട് അല്ലെങ്കിൽ ഗൾഫ് മിഡിൽ ഈസ്റ്റുമായിട്ട് നല്ല സൗഹൃദമുള്ള രാഷ്ട്രമാണ്. അപ്പോൾ ആ നിലയിലാണ് സൗദി രാജകുമാരനോട് ഇക്കാര്യമൊക്കെ സംസാരിച്ചത്. അപ്പോൾ ഒരു കാര്യം ഇപ്പം നമുക്ക് ഉറപ്പിക്കാം, ട്രംപിന് ഇതിൽ റോളൊന്നുമില്ല. ഈ ട്രംപ് ഇപ്പോൾ അസീം മുനീർ പാകിസ്ഥാനിലെത്തി, അവിടെ ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് അമേരിക്കയിലെത്തി ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് ട്രംപ് അതിഥിയായിട്ടൊക്കെ സ്വീകരിച്ചിരുത്തുന്ന സമയത്താണ് പാക് പ്രതിരോധ മന്ത്രി ട്രംപിനിട്ട് താങ്ങിയത്. ട്രംപ് ഒന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല, ഞങ്ങൾ തന്നെയാണ് കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സംസാരിച്ചു, ഇനി ഇത് മുന്നോട്ട് പോയാൽ പാകിസ്ഥാൻ തീരും, ഇന്ത്യ ചറപറാന്നാണ് മിസൈലുകൾ അയക്കുന്നത്, എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചേ പറ്റൂ, അമേരിക്ക ഇടപെട്ടാലും ഇന്ത്യ ഇത് അവസാനിപ്പിക്കുന്നത് തോന്നില്ല, ഇന്ത്യക്ക് തോന്നണം, അതുകൊണ്ട് നമുക്ക് പോയി കാല് പിടിക്കാം എന്നൊരു നിലപാട് സ്വീകരിച്ചു. എങ്ങനെയായിരിക്കും ട്രംപിന് പാകിസ്ഥാനോടുള്ള ഒരു ഇത്? കാരണം നൊബേൽ സമ്മാനത്തിന് വേണ്ടി ഇങ്ങനെ ഇവിടെ പണിതിട്ട് നടന്നില്ല, ഇനി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പണിയിൽ അടക്കി ചെന്ന് കിടപ്പുണ്ട്, മിസൈലും എല്ലാം മാറി അങ്ങനെ നേരത്തെ കൊള്ളുമെന്നാണ് ഇപ്പോൾ സംശയം.
അതായത് ട്രംപ് ഇവിടെ നടത്തുന്നത്, അതായത് ഈ മറ്റേ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പരിപാടിയില്ലേ, അതാണ് നോക്കിയത്. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ പാകിസ്ഥാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ പാകിസ്ഥാൻ അമേരിക്കയുടെ കാല് പാകിസ്ഥാൻ പിടിച്ചു കാണും. അപ്പോൾ അതിൽ നിന്ന് ട്രംപ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഇതുപോലെ വലിയ സംഘർഷം നടക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ അതിനുശേഷം ഈ വെടിനിർത്തലും വന്നപ്പോൾ അങ്കിൽ പിന്നെ ആ കൊച്ചിന്റെ തന്ത ഞാനായിക്കോട്ടെ, നമ്മുടെ പാക്കികൾ വന്ന് ഇന്ത്യ വന്നാലും ഇല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ ഫ്രണ്ട് ഒന്നും മിണ്ടൂല എന്ന് കരുതിക്കൊണ്ടായിരിക്കും പറഞ്ഞത്. ഞാനാണ് ഇതിന്റെ ഇടനിലക്കാരൻ, ഞാൻ രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞു ഒന്ന് അവസാനിപ്പിക്ക്. അപ്പൊ അവർ രണ്ടുപേരും വെറുതെ പറഞ്ഞതല്ല, ഒരു ഓഫർ വെച്ചത്രേ, നിങ്ങൾ വെടിനിർത്തൽ കരാറിലേക്ക് വന്നാൽ അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള കച്ചവട സാധ്യതകൾ ഞാൻ തുറന്നിട്ട് തരാം. അത് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇങ്ങ് പോരട്ടെ എന്ന് കരുതി വെടിനിർത്തലിന് തയ്യാറായി എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. പക്ഷേ അത് ഇന്ത്യ അതിൻ്റെ ടൈം ലൈൻ സഹിതം നേരത്തെ പുറത്തു വിട്ട് അപ്പോഴേ ട്രംപ് ഒന്ന് ചമ്മിയിരുന്നു. ഇപ്പോൾ അതേ പാകിസ്ഥാനും ഏറ്റു പറയുന്നു അതിൽ ട്രംപിന് റോളൊന്നുമില്ല, ഞങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നതാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ ട്രംപ് ഡബിൾ പ്ലേ കളിക്കുകയായിരുന്നു. കാര്യം അപ്പൊ ഈ സൗദി രാജകുമാരൻ ജയശങ്കറിനെ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കും. സ്വാഭാവികമല്ലേ, കാര്യം എന്തെങ്കിലും രാജ്യങ്ങൾ അവർ തമ്മിൽ ഹോട്ട്ലൈൻ ബന്ധങ്ങൾ. പക്ഷെ അതൊക്കെ ഇന്ത്യ നേരത്തെ തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളെല്ലാം ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കും. ഇപ്പോൾ ഈ പറയുന്ന ട്രംപ് തന്നെ വിളിച്ചിട്ടുണ്ടാകും, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇന്ത്യ ഇതിന് മധ്യസ്ഥ വഹിക്കണോ വേണ്ടയോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതിലാണല്ലോ പ്രസക്തമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്ത്യ നയതന്ത്ര ബന്ധത്തിലുള്ള ഒരു രാജ്യം ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് സംഘർഷത്തിലുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആശങ്കകൾ അറിയിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ സ്വാഭാവികമായിട്ടും വിളിക്കുമല്ലോ. ഇപ്പോൾ എന്തിനാ നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ അയൽവക്കം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപ്പം മൂന്നാമതൊരാൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾ വന്ന് തിരക്കുമല്ലോ, അത്രയും കരുതുക. ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു ഔദ്യോഗിക ഇത്തരത്തിൽ ഒരു വലിയൊരു പ്രശ്നം പരിഹരിക്കുന്ന തരത്തിൽ ഔദ്യോഗികമായി ഇടപെട്ടു എന്നൊക്കെ പറയുന്നതിലാണ് പ്രശ്നം. ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ടാകും, പക്ഷേ അതിൽ ഇയാളുടെ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിലാണല്ലോ കാര്യം ഇരിക്കുന്നത്. പക്ഷെ ട്രംപ് അതങ്ങ് കയറി ഏൽക്കുകയാണ്, അവിടെയാണ് ഈ പ്രശ്നം. ഇനി ഇത്തരത്തിലൊരു നിലപാട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് തന്നെയാണ് ആവശ്യം വെടിനിർത്തൽ വേണമെന്നുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയിലൊന്നും പിടിച്ചു നിൽക്കാൻ, സൈനിക ശക്തിയിലൊന്നും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ അവസാന നിമിഷത്തിൽ പറഞ്ഞത് വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ തന്നെ തങ്ങളാണ് മുട്ടുകുത്തിയത് എന്ന് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൂടിയുള്ളൊരു തിരിച്ചടിയല്ലേ? ഉറപ്പായിട്ടും. കാര്യം ഇവിടെ ഒരു കാര്യം കൂടി ഉറപ്പിക്കണം, എന്തുകൊണ്ട് പാകിസ്ഥാൻ ഒരു വെടിനിർത്തലിന് സന്നദ്ധമായി. കാര്യം പ്രധാനമായും അവരുടെ വ്യോമ പ്രതിരോധ മേഖല പൂർണ്ണമായും തകർന്നു. അതായത് ഇപ്പോൾ ഇറാൻ അനുഭവിക്കുന്ന അതേ അവസ്ഥയിൽ പാകിസ്ഥാൻ പോയേനെ. കാര്യം ഇറാന് എന്താ പറ്റിയത്, അവിടുത്തെ വ്യോമ പ്രതിരോധ മേഖല മൊത്തത്തിൽ ഇല്ലാണ്ടായി. ഇസ്രയേൽ വിമാനങ്ങൾ അവിടെ തലങ്ങും വിലങ്ങും പായുകയാണ്. സമാനമായ അവസ്ഥയിൽ പാകിസ്ഥാനും അവരുടെ വ്യോമ പ്രതിരോധ രംഗം, ഇപ്പോൾ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അവർ ഉപയോഗിച്ചത്, അത് നിഷ്ഫലമായി, കുറേയൊക്കെ തകർക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യ അവർക്ക് എന്തും ആകാം എന്നൊരു സാഹചര്യം. ഇനി ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് പറന്നുയരാൻ മറ്റേ റൺവേകളൊന്നും ഇല്ല, അവിടെയൊക്കെ കുളം കുത്തി വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നിക്കക്കള്ളിയില്ല, ഉള്ളത് വാങ്ങിച്ച് കൂട്ടുന്നതിനേക്കാൾ ഭേദം കാല് പിടിക്കുന്നതാണ്. ആ ഒരു നിലപാടിലേക്ക് എത്തിയതാണ്. ഇവിടെ അമേരിക്കയ്ക്ക് വരുന്ന തിരിച്ചടി എന്തെന്നാൽ ഈ ചർച്ചകളുടെയൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഏഷ്യ എന്ന് പറയുന്ന വലിയൊരു മേഖലയിൽ ചൈന വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വരുന്നു. ഇപ്പം ചൈന പോലും ഈ കാര്യത്തിൽ ഒന്നും മിണ്ടിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ചൈന എന്തെങ്കിലും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് സാധാരണ ശ്രമിക്കാറ്. ചൈന പോലും ഒന്നും മിണ്ടാതിരുന്ന സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കയറി അങ്ങ് ഏക്കുന്നത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ട്രംപ് ആകെ നാണം കെട്ടു. അമേരിക്കയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു. കാര്യം ഒരേ സമയം തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഒരേ സമയം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് ട്രംപ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആത്മാർത്ഥതയൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതെ, എന്തായാലും ട്രംപിൻ്റെ എല്ലാ നീക്കങ്ങളും പാളി. ഒടുവിൽ പാകിസ്ഥാൻ തന്നെ സത്യം തുറന്നു പറഞ്ഞു.